അവർക്ക് കിട്ടുന്ന ശമ്പളം നാട്ടിലെ കുടുംബത്തിനും സ്ഥാപനങ്ങൾക്കും ദുരിതാശ്വാസ കേന്ദ്രങ്ങൾക്കും ഒരു ആശ്വാസമാകാം. പക്ഷേ അവരുടെ മനസ്സിനുള്ളിലെ ശൂന്യത ആർക്കും നിറക്കാനാവുന്നതല്ല. പ്രവാസി വായന ലക്കം സെപ്റ്റംബർ 2025. ഹസൻ ബസരി എഴുതുന്നു: തിരുനബിയുടെ ഹിജ്റയും പ്രവാസം. ജീവിതത്തിലെ ചില വഴിത്തിരിവുകൾ മനുഷ്യനെ അനുമാനിക്കാനാകാത്തൊരു പുതുജീവിതത്തിലേക്കും പുതിയൊരു ലോകത്തിൻ്റെ വാതിലുകളിലേക്കും എത്തിക്കുന്നു. ചിലപ്പോൾ അത് കഷ്ടപ്പാടും കണ്ണീരും നിറഞ്ഞ യാത്രയായിരിക്കാം. കഠിനാധ്വാനവും കണ്ണീരും ചേർന്ന് തീർന്ന ജീവിതത്തിൻ്റെ കരട് രേഖയാകാം. പക്ഷേ മറുവശത്ത് പ്രതീക്ഷയുടെ വിളക്കും പൊതുജീവിതത്തിൻ്റെ വാതായനങ്ങളും തുറന്ന് കാത്തിരിക്കാറുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ അത്തരമൊരു വഴിത്തിരിവാണ് പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ ഹിജ്റ. മക്കയിൽ മതപ്രബോധനത്തെ തുടർന്നുള്ള പീഡനം സഹിക്കാനാവാതെ തൻ്റെ നാടും വീടും ബന്ധങ്ങളും വിട്ട് നബിയുടെ അനുയായികളും മദീനയിലേക്ക് കുടിയേറി. ഹിജ്റ ഒരു സാധാരണ യാത്രയല്ലായിരുന്നു. അത് വേദനയും ധൈര്യവും തമ്മിൽ കൂട്ടിയിണക്കിയൊരു ചരിത്ര ഘട്ടമാണ്. സ്വന്തം നാട്ടിൽ സുരക്ഷിതമായി ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് അവരെ വീടുകൾ ഉപേക്ഷിച്ച് വേറെ നാട്ടിലേക്ക് പോകാൻ നിർബന്ധിതരാക്കിയത്. സ്വഹാബികൾ പലരും അവരുടെ വീടുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ബന്ധുക്കൾ എല്ലാം പിന്നിലാക്കി. അവർ കൊണ്ടുപോയത് വെറും വിശ്വാസവും പ്രത്യാശയും മാത്രം. യാത്രയിൽ നേരിട്ട ഭീഷണികളും വെല്ലുവിളികളും ഒളിച്ചോടലുകളും വിശപ്പും ദാഹവും എല്ലാം കൂടി അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ കുടിയേറ്റങ്ങളിൽ ഒന്നായി. ഈ വേർപാട് എല്ലാം തന്നെ ഒറ്റപ്പെട്ടവരുടെ വേദനയും കണ്ണീരും നിറഞ്ഞ ഒരു ജീവിതാനുഭവമാണ്. പക്ഷെ മദീനയിൽ എത്തിയപ്പോൾ അവർക്ക് സമൂഹത്തിൻ്റെ സഹായവും പിന്തുണയും ലഭിച്ചു. അവർ സഹിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് സുരക്ഷയും സ്വാതന്ത്ര്യവും ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഹിജ്റ നമ്മെ പഠിപ്പിക്കുന്നത് വേദനയിലൂടെ പ്രതീക്ഷയെ കണ്ടെത്താനുള്ള പാഠം തന്നെയാണ്. ഇപ്പോൾ അതേ കഥ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ വീണ്ടും കാണാനാകും. ഇന്നത്തെ ലോകത്ത് പ്രവാസി ജീവിതം തന്നെയാണ് അതിൻ്റെ തെളിവ്. ലക്ഷക്കണക്കിന് മലയാളികൾ ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്കാണ് പ്രവാസം ചെയ്യുന്നത്. ജീവിതോപാധിയെ തേടലാണ് അവരുടെ പ്രധാന ലക്ഷ്യം. സ്വന്തം നാട്ടിൽ നിന്ന് അകന്ന് കുടുംബത്തെയും മക്കളെയും കണ്ണീരോടെ വിടവാങ്ങി അവരും ഒരു ഹിജ്റ തന്നെയാണ് നടത്തുന്നത്. പ്രവാസിയുടെ യാത്രയും ഹിജ്റയെപ്പോലെ വേദനയും വേർപാടും നിറഞ്ഞതാണ്. വീട്ടിലെ കുട്ടികളുടെ വളർച്ച കാണാതെ, മാതാപിതാക്കളുടെ വാർദ്ധക്യത്തിൽ ചേർന്നു നിൽക്കാനാകാതെ, സ്വന്തം നാട്ടിലെ ആഘോഷങ്ങളിലും ചടങ്ങുകളിലും പങ്കെടുക്കാതെ വലിയൊരു മനസ്സുവേദനയുടെ വില കൊടുക്കുകയാണ് പ്രവാസികൾ. ഒരുപക്ഷേ അവർക്ക് കിട്ടുന്ന ശമ്പളം നാട്ടിലെ കുടുംബത്തിനും സ്ഥാപനങ്ങൾക്കും ദുരിതാശ്വാസ കേന്ദ്രങ്ങൾക്കും ഒരാശ്വാസമാകാം. പക്ഷേ അവരുടെ മനസ്സിനുള്ളിലെ ശൂന്യത ആർക്കും നിറക്കാനാവുന്നതല്ല. കൂടാതെ പ്രവാസി ജീവിതം വെറും പണം സമ്പാദനത്തിൻ്റെ കഥയല്ല. അത് കഠിനാധ്വാനത്തിൻ്റെ, ചൂടിൻ്റെ, വിയർപ്പിൻ്റെ, ഒറ്റപ്പെടലിൻ്റെ, വേദനയുടെ കൂടി കഥയാണ്. ഗൾഫ് രാജ്യങ്ങളിലെ കടുത്ത വേനലിൽ പണിയെടുക്കുന്ന തൊഴിലാളി, ദിനം പ്രതി ഓഫീസിൽ സമ്മർദ്ദം ഏറ്റുവാങ്ങുന്ന ജീവനക്കാരൻ, ദൂരെ നാട്ടിൽ ആരുമറിയാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരാൾ. ഇവരുടെ കഥകൾ എല്ലാം തന്നെ ആധുനിക ഹിജ്റയുടെ പ്രതീകങ്ങളാണ്. ഇന്നത്തെ സമൂഹം പ്രവാസികളുടെ വേദനയെ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നു. അവർ അയക്കുന്ന പണം, അവർ വാങ്ങുന്ന വീട്, അവർ നൽകിയ സംഭാവനകൾ എന്നിവകൾ മാത്രം കാണുന്നു. പക്ഷേ
അവരുടെ രാത്രിയിലെ ഏകാന്തത, രോഗകാലത്ത് ഒറ്റപ്പെടൽ, നാട്ടിൻ പുറത്തെ ഓർമ്മകൾ എന്നിവയൊന്നും കണ്ണുവെക്കുന്നില്ല. ഹിജ്റയിൽ അൻസ്വാരികൾ, അതായത് മദീനക്കാർ, മുജാഹിറുകൾ, മുഹാജിറുകൾ, അതായത് മക്കയിൽ നിന്ന് വന്നവർ കൈത്താങ്ങായി നിന്നതുപോലെ ഇന്ന് നമ്മുടെ സമൂഹവും പ്രവാസികൾക്ക് കരുതലും പിന്തുണയും നൽകണം.